ഇതെന്താ പറയുന്നത്, ആ ഒരു ഇതാണ് പറയുന്നത്. എനിക്ക് മൊത്തത്തിൽ കയ്യിൽ പോയി. എന്തോ അതാണ് ഭയങ്കരമായിട്ട് കർശനമായിട്ട്. ഓക്കെ, നമ്മൾ ഈ കർശനത കയ്യിൽ നിന്ന് പോയി. അത് വേണ്ട. ഒഴുകുമ്പോഴാണ് ഇത് വരാത്തത്. സോറി, ഞാനിതിനെ തുടക്കത്തിൽ തന്നെ ഇത് പറയുന്നേ. യെസ്, ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് കുറച്ച് ആധികാരികമായിട്ട് സംസാരിക്കാനാണ്. ടോപ്പിക് എന്താന്ന് വെച്ചാൽ പിശുക്ക്. ഇതിനെക്കുറിച്ചാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം എന്താണ് പിശുക്ക്? ഈ പിശുക്ക് എന്ന് പറയുമ്പം ഒരു തരം സ്വഭാവമാണ്. ഈ സ്വഭാവം എങ്ങനെയാന്ന് വെച്ചാൽ, പണം ഉണ്ടെങ്കിലും അതിനെ ചെലവഴിക്കാൻ തയ്യാറാകാത്ത സ്വഭാവത്തിനെയാണ് നമ്മൾ പിശുക്ക് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ ഇത്തരത്തിലുള്ള വ്യക്തികളുണ്ടല്ലോ, ഒരുപാട് സ്നേഹത്തോടെ എന്താ പറയുക, പണമെല്ലാം ഇങ്ങനെ കൂട്ടി വെക്കും. പക്ഷെ ഇതിനെ ഉപയോഗം ചെയ്യാൻ ഭയങ്കരമായിട്ട് മടി, അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് ഒരു വരാത്തത്, അങ്ങനെ പറ്റുന്നില്ല. അങ്ങനത്തെ ഒരു സ്വഭാവക്കാരാണ് ഇത്തരത്തിലുള്ള ആൾക്കാർ. ഇത്തരത്തിലുള്ള ആൾക്കാരുടെ ഒരു പ്രത്യേകത അല്ലെങ്കിൽ ഇതെന്ന് പറയുമ്പോഴത്തേക്ക് ഇവൻ നമ്മുടെ സ്വന്തം ആവശ്യങ്ങൾക്ക് പോലും, ഇപ്പം ഞാനാണ് ആ ഒരു പിശുക്കുള്ള വ്യക്തി എന്നുണ്ടെങ്കിൽ എനിക്കിപ്പോൾ ഇന്നൊരു ആവശ്യം ഉണ്ടെന്ന് വെച്ചാൽ ആ ഒരു ആവശ്യത്തിന് പോലും ഞാൻ പൈസ ചിലവാക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഞാനൊരു പിശുക്കനാണ്. ബൈ ദ വേ, ഞാൻ പിശുക്കനല്ല, സോറി, ഞാൻ പിശുക്കത്തിയല്ല. അത് ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞതാണ്. മാത്രമല്ല, ഈ പണം എന്ന് പറയുന്നത് ഒരു ഒഴുകണ്ടിയ സാധനമാണ്. അതായത് വരണം പോണം, വരണം പോണം. ഈ വരണം എന്ന് പറയുമ്പോൾ നമ്മൾ സമ്പാദിക്കുന്നു, അല്ലെങ്കിൽ സമ്പാദിക്കുന്നു, വരുമാനം നേടുന്നു, അതൊക്കെയാണ് നമ്മുടെ വരുന്ന പ്രോസസ്സ്. ഈ പോകുന്നത് എന്ന് പറയുമ്പം വെറുതെ ഇങ്ങനെ കളയലല്ല. എനിക്കൊരു ആവശ്യമുണ്ട്, അല്ലെങ്കിൽ എനിക്കൊരു സാധനം മേടിക്കണം, എനിക്ക് അത്യാവശ്യമായിട്ടുള്ളൊരു സാധനമാണ്, അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ നമ്മൾ യൂസ് ചെയ്യുക. അതാണ് നമ്മൾ പോകുന്നു എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അല്ലാണ്ട് വെറുതെ ദൂർത്തടിക്കുക അതല്ല ഞാനിവിടെ മീൻ ചെയ്തിട്ട്. പണം വരുന്നുണ്ട്, പക്ഷേ നമ്മളൊന്നും ചെയ്യുന്നില്ല. ഒന്നും ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ അത് ഉപയോഗശൂന്യമാണ്. നമ്മൾ പിന്നെ കഷ്ടപ്പെടുന്നതിൽ ഒരു കാര്യമില്ല. പണം ഉണ്ടാക്കിയിട്ട് ഒരു കാര്യമില്ല. അതിൽ യൂസ് ചെയ്യുന്നില്ലെങ്കിൽ അത് ഒരു കാര്യമില്ല. പിന്നെ അതായത് നമ്മളെ കുടുംബത്തിനാണെങ്കിലും അല്ലെങ്കിൽ സുഹൃത്തുക്കളുടെ ഇടയിലാണ് എന്തെങ്കിലും ഒരു അത്യാവശ്യ ഘട്ടങ്ങളിലാകുമ്പം ചിലരെന്താക്കും, സഹായം ചോദിക്കും. ആ ഒരു സമയങ്ങളിൽ ഒരുമാതിരി വിദ്വേഷത്തോടെ കൊടുക്കുക, അല്ലെങ്കിൽ ആ ഒരു പെരുമാറ്റത്തിലൂടെ ചിലപ്പോൾ കൊടുക്കുന്നുണ്ടാവും. ആ ഒരു ടൈമിൽ കുറച്ച് ദേഷ്യമൊക്കെ കാണിച്ചിട്ട്, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ എന്നൊക്കെ പറഞ്ഞിട്ട് കൊടുക്കൂലേ. ഇതൊക്കെ എന്ന് പറയുമ്പോൾ ഓർക്കത് സങ്കടകരമായിട്ട് തോന്നും. അതായത് ഓരോ പൈസ പോയല്ലോ, അല്ലെങ്കിൽ ഓരോ സമ്പാദിച്ചതൊക്കെ പോയല്ലോ എന്നുള്ള തോന്നൽ ഇങ്ങനെ ഉള്ളിലിങ്ങനെ അലട്ടും. ചുരുക്കി പറഞ്ഞാൽ എന്താണ് പിശുക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പണമുണ്ട് പക്ഷെ ചെലവഴിക്കാൻ ആഗ്രഹിക്കാത്ത, അല്ലെങ്കിൽ പണം ഇടപാടുകളിൽ കർശനങ്ങൾ കാണിക്കുന്ന വ്യക്തികളെയാണ് നമ്മൾ പിശുക്കൻസ് എന്ന് പറയാം. ആ ഒരു സ്വഭാവത്തിനെയാണ് നമ്മൾ പിശുക്ക് എന്ന് പറയാം. ഇനി നമുക്ക് കാരണത്തെക്കുറിച്ച് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഒന്നാമത്തെ എന്താന്ന് വെച്ചാൽ ഭാവി ഭയം. നാളെ എന്താകും, നാളെ എന്തെങ്കിലും ആവശ്യം വരുമ്പോൾ നമുക്ക് പൈസ ഉണ്ടാവുമോ, അല്ലെങ്കിൽ നാളത്തെ നമ്മുടെ ആവശ്യങ്ങൾക്ക് നമ്മൾ എന്ത് ചെയ്യും, ഇങ്ങനത്തെ കുറച്ച് ചിന്തകൾ, അല്ലെങ്കിൽ ഇങ്ങനത്തെ കുറച്ച് എന്താ പറയാ, ഒരു ചിന്തകളെയാണ് നമ്മളെ ഈ ഒരു സ്വഭാവത്തിലേക്ക് നയിക്കുക. പിന്നെ രണ്ടാമത്തെ കാരണം ബാല്യകാല അനുഭവങ്ങൾ. ചെറുപ്പത്തിൽ ചിലപ്പം ദാരിദ്ര്യം അനുഭവിച്ചവർക്കായിരിക്കും നാളത്തേക്ക് നമുക്ക് ഉണ്ടെങ്കിലോ എന്നുള്ള ഒരു തോന്നലില് നമുക്ക് ഒന്നും ചെലവാക്കാണ്ടിരിക്കാനുള്ള ഒരു തോന്നൽ ഉണ്ടാക്കാം. പിന്നെ മൂന്നാമത്തെ കാരണം എന്ന് വെച്ചാൽ അവകാശബോധം. ഇതെന്ന് പറഞ്ഞാൽ മറ്റുള്ളവരെ വിശ്വസിക്കാതെ ഞാൻ എത്രത്തോളം പൈസനെ വെറുതെ ചെലവാക്കിയാലും, അല്ലെങ്കിൽ വെറുതെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് അതിനെ ഒരു വാല്യൂ ഇല്ലാണ്ടാക്കിയാലും ഒരു കുഴപ്പമില്ല. പക്ഷെ അല്ലെങ്കിൽ മറ്റുള്ളവരൊരു വിശ്വാസമില്ല. എന്തെങ്കിലും ഇപ്പോൾ ഒരു കാര്യത്തിന് ഏൽപ്പിച്ചു കഴിഞ്ഞാൽ അത് ഒരു ചെയ്യില്ല, അല്ലെങ്കിൽ അങ്ങനെ ആക്കൂല, ഞാൻ ചെയ്താലും എന്തെങ്കിലും ആവൂ. പക്ഷെ ഞാനിട്ട് ചെയ്തപ്പം അതങ്ങോട്ടേക്ക് ഉപയോഗപ്രദമായിട്ടുമില്ല. അങ്ങനത്തെ ഉള്ള ചിന്താഗതികൾ കാരണം നമുക്കെന്താ ഈ ഒരു സ്വഭാവം വരും. മറ്റുള്ളവർ ചെയ്ത കാര്യമില്ല, നമ്മൾ ചെയ്താലാണ് കാര്യം. അല്ലെങ്കിൽ നമ്മളിനിപ്പോൾ പൈസ കൊണ്ട് കളഞ്ഞാലും എന്ത് ചെയ്താലും
അതൊരു കുഴപ്പമില്ല, നോ പ്രോബ്ലം. പിന്നെ 4ാമത്തെ കാര്യം എന്ന് പറയുമ്പോഴത്തേക്കും മനോരോഗ ശൈലികൾ, അതായത് കുറച്ച് സൈക്കോളജിക്കൽ പാറ്റേൺസ് ഉണ്ട്. അതായത് ഒരു പേരാണ് ഒബ്സസീവ് കമ്പൾസീവ് പേഴ്സണൽ ഡിസോർഡർ ആണ് 1ാമത്തത്. പിന്നെന്ന് വെച്ചാൽ കഴിഞ്ഞാൽ ഹോർഡിങ് ഡിസോർഡർ. ഇങ്ങനെ 2 ടൈപ്പിലുള്ള ഒരു കാരണങ്ങൾ കൊണ്ടും നമുക്ക് ഈ ഒരു പിശുക്ക് എന്ന് പറയുന്ന ഒരു സ്വഭാവം നമ്മളിൽ കാണപ്പെടാം. എന്താണ് ഒബ്സസീവ് കമ്പൾസീവ് പേഴ്സണൽ ഡിസോർഡർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരാൾക്ക് അതിയായ ആസക്തിയും നിയന്ത്രണ മാനസികതയും കാണപ്പെടുന്ന വ്യക്തിത്വമാണ്. ഇവരുടെ എല്ലാ ജീവിതത്തിലും ഏതൊരു കാര്യം ചെയ്യുമ്പോഴും ക്രമത്തിൽ തന്നെ പോകണം, ഇങ്ങനെ തന്നെ ചെയ്യണം, അങ്ങനെ തന്നെ പോകണം എന്നുള്ളൊരു കർശനമായിട്ട് ആ ഒരു ചിട്ട കൊണ്ടുപോവുക എന്നുള്ളതാണ് ഇതിൻ്റെ ഈ ഒരു രോഗത്തിൻ്റെ ഇതിലുള്ള ലക്ഷണങ്ങൾ എന്താണെന്ന് വെച്ചാൽ പട്ടികപ്പെടുത്തൽ, ക്രമം, കൃത്യനിഷ്ഠത എന്നിവയോട് അതീവമായി താല്പര്യം. ഒരു ഉദാഹരണം പറയണമെന്ന് വെച്ചാൽ, മേശയിൽ ഒരാളുടെ സാധനം വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു സാധനത്തിന് ക്രമക്കേടുകൾ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ ആ ഒരു ടൈമിൽ വഷളാവുക, അതാരാ എടുത്ത് വെച്ച്, അല്ലെങ്കിൽ അതങ്ങനെയല്ലേ വെക്കണം, അങ്ങനത്തെ ഇതൊക്കെ ചെറിയ കാര്യങ്ങളാണ്. ആ കാരണങ്ങൾ പോലും അത്രയും ചിട്ടയോടെ അല്ലെങ്കിൽ അത്രയും ക്രമമാണ് എന്നുള്ളതിൽ കൊണ്ടുപോവുക, നിയന്ത്രിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ഇത്. പിന്നെ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഉള്ളവരെ ചുമതല ഏൽപ്പിക്കാനായിട്ട് ഭയങ്കര മടിയായിരിക്കും. ഞാൻ ചെയ്താൽ മാത്രമേ ഇത് ശരിയാവുള്ളൂ, അല്ലെങ്കിൽ ഞാൻ ചെയ്താൽ ഇതിൽ കാര്യമുള്ളൂ, ഞാനാണ് ഇവിടെ ചെയ്യുന്നത് ശരി, അങ്ങനെയുള്ളൊരു ചിന്തകൾ ഇവർക്ക് ഉണ്ടാവും. അതാണ് ഇതിൻ്റെ മറ്റൊരു കാരണം. വീണ് പോകുന്ന ഓരോ കാര്യങ്ങളിലാണെങ്കിലും അല്ലെങ്കിൽ ചെറിയ കുഞ്ഞു കുഞ്ഞു സമയങ്ങളിലെ നഷ്ടത്തിലൊക്കെ ഭയങ്കരമായിട്ട് സങ്കടം പ്രകടിപ്പിക്കൽ, അല്ലെങ്കിൽ എൻ്റെ എല്ലാം പോയല്ലോ, ഞാൻ ഇത്രയും നശിപ്പിച്ചല്ലോ, ചിലപ്പോൾ കുഞ്ഞു കാര്യമായിരിക്കും, ആ ഒരു കാര്യത്തിൽ പോലും ഭയങ്കരമായിട്ട് നമുക്ക് സങ്കടം പ്രകടിപ്പിക്കുക എന്നുള്ളത് ഇവരുടെ മറ്റൊരു കാരണമാണ്. കുടുംബ സ്നേഹബന്ധങ്ങളിൽ കുറവ് കാരണം പലപ്പോഴും ഈ ക്രമം പാലിക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ ബന്ധങ്ങൾ തളരുന്നു, അതാണ് സത്യം. 5ാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ മറ്റുള്ളവരോട് കഠിനമായിട്ട് പെരുമാറുക. ഇത് നിയമങ്ങള്, കൃത്യനിഷ്ഠത, ആത്മാർത്ഥത എന്നിവയോടുള്ള ഇത് കാരണം മറ്റുള്ളവരോടൊക്കെ കഠിനമായിട്ട് പെരുമാറുക. എന്ത് സംസാരിക്കുമ്പോഴും ചൂടായിട്ടുള്ള ഒരു മനോഭാവത്തിനെയാണ് നമ്മൾ മറ്റൊരു കാരണമായിട്ട് ഇവിടെ പറയുന്നത്. പിന്നെ നമ്മൾ 2ാമത് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഹോർഡിങ് ഡിസോർഡറിനെ കുറിച്ചാണ്. ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വ്യക്തി അവസാനമായി വേണ്ടേ അതിനോടുള്ള ഒരു ബന്ധം കൊണ്ട് പഴയ വസ്തുക്കൾ പോലും കളയാനായിട്ട് മടിക്കും. ഇത്തരക്കാര് എന്താ പറയാ, ഇവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. സാധനം കൊണ്ട് ഒരു ഉപയോഗവും ഇല്ല, അല്ലെങ്കിൽ ഒരു കാര്യവും ഇല്ലാത്തൊരു സാധനമായിരിക്കും, ഒഴിവാക്കാൻ പറ്റൂല, അല്ലെങ്കിൽ അവർക്കത് വേണം. എന്തിനാ, ഒന്നുമില്ല, പക്ഷെ അതവർക്ക് വേണം വരും. അങ്ങനത്തെ ഒരു ചിന്താഗതിനെ ഡിസോർഡർ ആയിട്ട് നമ്മളിവിടെ പറയുന്നത്. വീടിന്റെ പല ഭാഗത്തായിട്ടും ഈ ഒരു വസ്തുക്കളെ എന്താക്കും, നിറക്കും. അതായത് ഇത് വേണം അല്ലെങ്കിൽ അത് വേണം എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വീടിന്റെ പല പല സ്ഥലങ്ങളിലൊക്കെയായിട്ട് ഇത് വെക്കും. അതായത് ഫോർ എക്സാമ്പിൾ ഇപ്പം വീടിന്റെ ജനലിന്റെ സൈഡെന്ന് വെച്ചോ, അവിടെ ഇതുപോലെ ഓരോ സാധനങ്ങൾ കൊണ്ട് വെക്കുക, അങ്ങനത്തെ ഓരോ സ്ഥലങ്ങളിലായിട്ടൊക്കെ കൊണ്ടുവയ്ക്കും എന്നാണ് ഇവിടുത്തെ ഒരു കാരണങ്ങളിലൊന്ന്. സാമൂഹിക വേളകൾ ഒഴിവാക്കുന്നു. അതായത് മറ്റുള്ളവരെ വീട്ടിലേക്ക് ക്ഷണിക്കാൻ പോകുന്ന അല്ലെങ്കിൽ ക്ഷണിക്കുമ്പം ഒരു ഭിന്നത കാണിക്കുക, അല്ലെങ്കിൽ ഒരു താല്പര്യമില്ലായ്മ പ്രകടിപ്പിക്കുക. കാരണം ഇങ്ങനെ അവർ വന്നു കഴിഞ്ഞാൽ ഇതൊക്കെ കാണുമല്ലോ എന്നുള്ളൊരു ഇതുകൊണ്ട് അവരത് മാക്സിമം ഒഴിവാക്കും എന്നുള്ളത് മറ്റൊരു കാരണമാണ്. പിന്നെന്ന് വെച്ചാൽ തൻ്റെ ജീവിത ശൈലിയാണ് ഏറ്റവും കൃത്യം എന്നുള്ള ഒരു തോന്നൽ ഇവർക്ക് ഉണ്ടാവും. താനാണ് ശരി എന്നുള്ളൊരു ഭാവം ഇത്തരക്കാർക്ക് ഉണ്ടാവും. പിന്നെ ചിലര് ഇതൊരു ശീലമാണ് അല്ലെങ്കിൽ ഇതൊരു ജീവിത ശൈലിയാണ് എന്ന് വിചാരിച്ചിട്ട് ഇതിനെ പലപ്പോഴും മാറ്റാനായിട്ട് ആരും ശ്രമിക്കാറില്ല, അതിനുള്ള ഒരു തയ്യാറെടുപ്പ് കാണിക്കുകയില്ല. അപ്പോൾ നമ്മൾ ഇത്രയും നേരം പറഞ്ഞിട്ടുണ്ടായത് ആ ഒരു മാനസിക രോഗത്തെക്കുറിച്ചായിരുന്നു. എല്ലാവർക്കും ഉണ്ടാവണം എന്നതല്ല ഇതിലുള്ളത്. ചിലർക്ക് ഇത്തരത്തിലുള്ള കാരണങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഇതായിരിക്കാം. നമുക്കൊന്നും പറയാനേ പറ്റത്തുള്ളൂ, മാറ്റാവുന്ന ഒരു കാര്യം തന്നെയാണ്. പിന്നെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇതിനെ നമുക്ക് എങ്ങനെ മറികടക്കാം, അല്ലെങ്കിൽ ഇതിനൊരു സൊല്യൂഷൻ എന്നുള്ള രൂപത്തിലാണ് നമ്മൾ അടുത്തത് പറയാൻ പോകുന്നത്. സ്വയം തിരിച്ചറിവ്. അതായത് നമുക്ക് സ്വയമായിട്ടൊരു തോന്നൽ വരണം, എങ്കിലും മാറ്റേ നമുക്ക് ഇതിൽ നിന്ന് മാറാൻ പറ്റത്തുള്ളൂ. അതാണ് 1ാമത്തെ കാര്യം. നമ്മളിപ്പോൾ ഒരു പിശുക്ക് കാണിക്കുന്ന ഒരാള് പലയിടത്തും പല രീതിയിലൊക്കെ ആയിരിക്കും ഒറ്റപ്പെടൽ ഫേസ് ചെയ്യുക. ഓക്കെ, അപ്പം ഈ ഒരു അതായത് ഈ ഒരു ഒറ്റപ്പെടൽ കാരണം നമ്മൾ ശരിക്കും വിഷമിക്കും, അല്ലെങ്കിൽ നമ്മൾ ശരിക്കും നല്ലോണം ഒറ്റപ്പെടാനുള്ള ചാൻസസ് ഉണ്ട്. അതൊക്കെ ഒന്ന് ആലോചിക്കുമ്പോൾ കുറച്ച് മാറണം എന്നുള്ളൊരു ചിന്താഗതിയിൽ നമ്മൾ മാറാൻ നമ്മൾ തന്നെ ശ്രമിക്കണം. അല്ലാണ്ട് ഇതിനെ വേറെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അത് മാത്രമല്ല, നമ്മൾ ആ ഒരു ഇത് കാരണം നമ്മൾ എന്തൊക്കെ നഷ്ടപ്പെടുത്തുന്നു എന്നുള്ളൊരു കാര്യത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്കിത് റിക്കവർ ചെയ്ത് വരാൻ പറ്റത്തുള്ളൂ.
പദ്ധതിപരമായിട്ടുള്ള ചെലവുകളാണ് രണ്ടാമത്തത്. ഇതെന്ന് പറയുമ്പോഴത്തേക്ക് നിങ്ങൾ നിങ്ങളുടെ ഫാമിലി, സുഹൃത്തുക്കളോടുള്ള സമയം ചിലവഴിക്കൽ, യാത്രകൾ, ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കുക. അതായത് മനസ്സംതൃപ്തി വേണമല്ലോ. ആ ഒരു സാധനങ്ങളൊക്കെ കിട്ടാനായിട്ട് നമ്മൾ കുടുംബത്തിനോടൊപ്പം നല്ലപോലെ ബിഹേവ് ചെയ്യണം. അല്ലെങ്കിൽ കുടുംബത്തിനോടൊപ്പം സന്തോഷം എന്ന് പറയുന്നത് നമ്മൾ ഓരോരുത്തർക്കും ഇമ്പോർട്ടൻസ് ആണ്. കാരണം നമ്മുടെ കുടുംബം എന്ന് പറയുന്നതാണ് നമ്മുടെ എല്ലാം. സോ നമ്മുടെ കുടുംബത്തിലുള്ളവർക്ക് ഹാപ്പിനെസ് ഉണ്ടാക്കുന്ന, അല്ലെങ്കിൽ അവരെ സന്തോഷിപ്പിക്കുന്ന, അവരൊക്കെ സന്തോഷം ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്കും സന്തോഷം ഉണ്ടാവും. സോ ആ ഒരു കാര്യത്തെക്കുറിച്ച് നമ്മൾ എന്താക്കുക, ചിന്തിക്കുക, തീരുമാനങ്ങൾ എടുക്കുക. മൂന്നാമത്തെ ഒരു സൊല്യൂഷൻ എന്തെന്ന് വെച്ചാൽ, നല്ല വിസ്കുണ്ട് എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഒരു കൗൺസിലിങ്ങിന് പോവുക. കാരണം നമുക്കതറിയില്ല. അതായത് ഞാനാണിപ്പോൾ പിശുക്ക് കാണിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതെനിക്കറിയൂല. കാരണം ഞാൻ ആക്സെപ്റ്റ് ചെയ്യാൻ റെഡിയല്ല. എൻ്റെത് ഒരു അസുഖമാണ്, അല്ലെങ്കിൽ ഞാൻ ചെയ്യുന്നത് തെറ്റല്ല എന്നുള്ളൊരു കൺസെപ്റ്റാണ് എനിക്കെന്നുണ്ടെങ്കിൽ, അതായത് പിശുക്കുള്ളവർക്ക് നോർമലി കാണപ്പെടുന്ന ഒരു ഫീച്ചർ തന്നെയാണ്. ഓക്കെ, ആ ഒരു സ്റ്റേജിൽ അല്ലെങ്കിൽ ആ ഒരു ലെവലിൽ നിൽക്കുന്ന എനിക്ക് അറിയാൻ പറ്റത്തില്ല ഞാൻ ചെയ്യുന്നത് തെറ്റാണ്, അല്ലെങ്കിൽ ഞാൻ ചെയ്യുന്നത് റോങ് ആണ്, ഞാൻ ചെയ്യുന്നത് മറ്റുള്ളവരെ ഹേർട്ട് ചെയ്യുന്നുണ്ട്, മറ്റുള്ളവർക്ക് വിഷമം ഉണ്ടാക്കുന്നുണ്ട്, അല്ലെങ്കിൽ എന്തൊക്കെയോ നഷ്ടപ്പെടുന്നുണ്ടെന്ന് നമ്മളത് അറിയൂല, നമ്മളത് ചിന്തിക്കൂല. നമ്മുടെ ഇതിൻ്റെ ഈ ഒരു ഫീച്ചറിൻ്റെ, അതായത് ഈ ഒരു പിശുക്ക് എന്ന് പറയുന്ന ഒരു സ്വഭാവത്തിൻ്റെ പേരിൽ നമ്മളതൊന്നും മനസ്സിലാക്കാൻ ശ്രമിക്കൂല. സോ നമ്മളെ പല ബന്ധങ്ങളും, പല നല്ല കൂട്ടുകാരും, അല്ലെങ്കിൽ പല ബന്ധങ്ങളും മുറിക്കാനുള്ള വകവരുത്തുന്ന ഒരു സ്വഭാവമാണ് പിശുക്ക് എന്ന് പറയുന്നത്. സോ കൗൺസിലിങ്ങിന് പോവാം. പിന്നെ നാലാമത്തെ കാര്യം എന്ന് വെച്ചാൽ, ജീവിതം ഒരിക്കൽ മാത്രം. സോ നമ്മൾ പൈസ ഒരുപാട് കൂട്ടി വെച്ചിട്ട് ഒരു കാര്യമില്ല. അത് നമ്മുടെ സന്തോഷത്തിന്, അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിലുള്ള സന്തോഷത്തിന്, നമ്മുടെ ഫ്രണ്ട്സ്, അല്ലെങ്കിൽ നമ്മളുടെ അടുത്ത് ഒരാൾ ചിലപ്പം ഒരു പെട്ടെന്നുള്ളൊരു സഹായം, അല്ലെങ്കിൽ നമുക്ക് പെട്ടെന്നുള്ളൊരു ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മളോട് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ സഹായിക്കുക. നമ്മൾ കാരണം ഇന്നൊരാൾക്കൊരു ഹെൽപ്ഫുൾ ആയല്ലോ എന്ന് നമുക്ക് തോന്നുമ്പോൾ നമ്മുടെ മനസ്സിലൊരു വല്ലാത്തൊരു തൃപ്തി. പക്ഷെ കൊടുക്കുമ്പോഴാണ് നമുക്കത് ഫീൽ ചെയ്യാൻ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ നമ്മളത് ഫീൽ ചെയ്യുമ്പോൾ അതിനൊരു അർത്ഥമുള്ളൂ. നമ്മളുണ്ടാക്കിയ പൈസ നമുക്കിപ്പോൾ ആവശ്യമില്ലെന്നുണ്ടെങ്കിലും നമ്മളത് ഒരാൾക്ക് കൊടുക്കുമ്പം അയാളുടെ ഒരു ആവശ്യം, അയാളുടെ ഒരു നല്ലൊരു ആവശ്യത്തിന് വേണ്ടിയിട്ട് അത് അയാൾ ചിലവാക്കുമ്പം നമ്മൾ കൊടുത്ത പൈസ കൊണ്ടാണ് ആ ചങ്ങാതിൻ്റെ എന്തൊക്കെയോ തീരുന്നത്, ആ ചങ്ങാതിൻ്റെ ചിലപ്പോൾ ഹോസ്പിറ്റൽ കേസിനാവാം, അല്ലെങ്കിൽ വേറെ വല്ല മക്കളെ പഠിത്തത്തിന്, അങ്ങനെ പല പല കാര്യങ്ങളുണ്ടല്ലോ നല്ലതായിട്ടുള്ള. അങ്ങനെയൊക്കെ ചിലവാക്കുമ്പോൾ നമുക്കൊരു മനസ്സിലൊരു തൃപ്തിയാണ്. സോ അതൊക്കെ കിട്ടുമ്പോഴേ നമ്മുടെ ജീവിതത്തിനും, അല്ലെങ്കിൽ നമ്മൾ ജീവിക്കുന്നത് കൊണ്ടൊരു അർത്ഥം ഉള്ളൂ. സോ അങ്ങനെ മാക്സിമം ചെയ്യുക. ഉള്ളവരുടെ കേസാണ് കേട്ടോ, പൈസ ഉണ്ടാക്കി കൊണ്ടിരിക്കുന്ന ആൾക്കാരുടെ കേസിലാണ്. ഇല്ലാത്തവർക്ക് നമ്മളെന്താ സഹായം ചെയ്തു കൊടുക്കുക. അപ്പം ഉണ്ടെന്നുള്ള കേസിലാണ് ഞാൻ ഈ കാര്യങ്ങളൊക്കെ പറയുന്നത്. സമ്പത്ത് എന്ന് പറയുമ്പോഴത്തേക്ക് ഒരിക്കലും സൂക്ഷിച്ചു വെച്ചത് കൊണ്ട് അർത്ഥവത്തായില്ല. അതിനെ നമ്മൾ ചിലവാക്കുമ്പോഴാണ്, നല്ല കാര്യങ്ങൾക്ക് ചിലവാക്കുമ്പോഴാണ് അതിനൊരു ജീവൻ വെക്കുക, അല്ലെങ്കിൽ അതിനൊരു അർത്ഥം ഉണ്ടാവുക. പിന്നെ ഈ പിശുക്ക് എന്ന് പറയുമ്പോഴത്തേക്ക് അതൊരിക്കലും ഒരു സാമ്പത്തിക സ്ഥിതിയല്ല, അതൊരു മനോഭാവമാണ്. അതിനെ മാറ്റാൻ മനസ്സുണ്ടെങ്കിൽ നമുക്ക് എപ്പം വേണമെങ്കിലും മാറാം. പണം എണ്ണി ജീവിക്കുമ്പോൾ ജീവിതത്തിൻ്റെ ആത്മസന്തോഷവും ബന്ധത്തിൻ്റെ മൂല്യവും നഷ്ടപ്പെടുത്തും. സമ്പത്ത് എന്ന് പറയുമ്പം അത് നമ്മളുടെ സംരക്ഷണത്തിന് വേണ്ടിയിട്ടാണ്. അതിനോടുള്ള അമിതമായ ഇഷ്ടം നമ്മുടെ ജീവിതത്തെ തന്നെ തടഞ്ഞു നിർത്തും. പണം സംരക്ഷിക്കുക, എന്നാൽ അതിനൊപ്പം സന്തോഷത്തിന് വേണ്ടി ചെലവിടാനും പഠിക്കുക. പിന്നൊരു കാര്യം എന്ന് വെച്ചാൽ, ഈ പണം എന്ന് പറയുന്നത് നമ്മളെ നയിക്കാതെ നമ്മൾ പണത്തിനെ നയിക്കുക എന്നുള്ളൊരു മനോഭാവം എല്ലാവരിലും വളർത്തിയെടുക്കുക. അപ്പോൾ ഇന്നത്തെ ഇത്രേ ഉള്ളൂ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. എനിക്ക് അറിഞ്ഞുകൂടാ എത്രത്തോളം ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയി ഉള്ള കാര്യം. നിങ്ങളുടെ ഓരോരുത്തരുടെയും കമൻറ്റുകൾ എനിക്ക് വളരെ പ്രിയപ്പെട്ടതാണ്. സോ അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് കാണുന്നവരിക്കും ബൈ ബൈ.